ആ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോണൊരു വിഷയം നമ്മുടെ ഈ ഏജിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഏജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഏജിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ DNA അല്ലെങ്കിൽ ജനറ്റിക്കൽ മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, ജനറ്റിക്കലും അതിൻ്റെ DNA പ്രകാരമുള്ള ഈ വ്യത്യാസങ്ങളുമാണ് ഏജിങ്ങിന് പ്രധാന കാരണം. പക്ഷേ ചില അടിസ്ഥാന കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഭക്ഷണ രീതികൾ, ജീവിതശൈലി, പിന്നെ വ്യായാമങ്ങൾ, ഇത് യോഗ, ഇതിനോടൊക്കെ കുറേ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഏജിങ്. പിന്നെ മാനസിക ടെൻഷൻ, സമ്മർദ്ദം, ഇതൊക്കെ ഒരു ഫാക്ടറാണ് ഏജിങ്ങിന്. അപ്പോൾ നിരന്തരമായ ഈ മറ്റേ ടെൻഷൻ ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഏജിങ് കൂടും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിനചര്യ കറക്റ്റാക്കുക, ശരീരത്തിനെയും മനസ്സിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ വ്യായാമം എന്ന് പറയുമ്പോൾ നടത്തം മാത്രമല്ല, മറ്റുള്ള യോഗയും അതിൽ പെടുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഏജിങ് പ്രോസസ്സിന് വേറെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എപ്പോഴും മനസ്സെപ്പോഴും ചെറുപ്പമാണെന്ന് നമുക്ക് സ്വയം തോന്നിക്കണം. പിന്നെ നമ്മളെപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രസൻറ്റായിട്ട് നമുക്ക് ചെയ്യുക. അപ്പോഴും നമ്മൾ എപ്പോഴും മനസ്സെപ്പോഴും നമ്മുടെ ഒന്നിലും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിലാണ് നമ്മൾ കിടക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും വേറെ കുറേയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്യുന്നത്. കുറേ കഴിയുന്നതും അത് പ്രസൻറ്റ് മോഡിലേക്ക് ആക്കാൻ നോക്കുക, പ്രസൻറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഒരു പാത്രം കഴുകുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ഫുള്ള് ഒബ്സർവ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ കൃതജ്ഞത കൊടുക്കുക, നന്ദി, മറ്റേ ഇത് പറയുക. അതായത് ഈ പറഞ്ഞ എനിക്ക് വാർദ്ധക്യം വന്നു അല്ലെങ്കിൽ എനിക്ക് വയസ്സായി, എനിക്ക് ഇതാണെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ പാടില്ല. അതായത് ഉള്ളിൽ ചെറുപ്പം ഫീൽ ചെയ്യണം. ശരീരത്തിൽ ചിലപ്പോൾ വാർദ്ധക്യം വന്നിട്ടുണ്ടാവാം, പക്ഷേ നമ്മൾ ചെറുപ്പം നമ്മുടെ മനസ്സിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെറുപ്പമാണെന്നുള്ള ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പറയണം, ഞാൻ ആരോഗ്യവാനാണെന്നൊക്കെ എപ്പോഴും. അങ്ങനെ പറയാമെന്ന് മാത്രമല്ല, പക്ഷെ നമ്മൾ കുളിമുറിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. ചെറുപ്പമാണെന്ന് പറഞ്ഞിട്ട് കുളിമുറിയിൽ ഓടി ചാടിപ്പോയി കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് അപകടമാണ്. എല്ലാ കാര്യത്തിലും ഒരു ചെറുപ്പമാണെന്ന് പറഞ്ഞാൽ സ്കൂട്ടർ സ്പീഡിൽ ഓടിക്കുക, അത് അപകടമാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുപ്പമാണെന്ന് പറയണം. എപ്പോഴും എനിക്ക് വയസ്സായില്ലേ, എനിക്ക് പ്രായമായില്ലേ, എനിക്കത് കഴിയുമോ എന്നുള്ള ചിന്തയൊന്നും അധികം പാടില്ല. ഇതാണ് ഏജിങ് പ്രോസസ്സിൻ്റെ. ചിലർക്ക് ഏജിങ് കൂടുതലാണെന്നും ആവുന്നതും പെട്ടെന്ന് ഏജിങ് കൂടുന്നതും ഒക്കെ എൻ്റെ കാരണങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഇന്നത്തെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇവിടെ